ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഈവനിങ് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വ്ളോഗാട്ടോ. അപ്പം ഞാനിപ്പം മോളെ കൊണ്ട് ഹോംവർക്കൊക്കെ ഒന്ന് ചെയ്യിക്കുകയാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ അവൾ സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ ഹോംവർക്കൊക്കെ ചെയ്യിക്കും. എന്നിട്ട് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ഉറക്കും. ചിലപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഹോംവർക്ക് ചെയ്യുക. ഇന്നിപ്പം കുറച്ചധികം ഹോംവർക്ക് ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെ കുറച്ച് ഹോംവർക്ക് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ച് അപ്പോൾ ചെയ്യിച്ചിട്ട് പിന്നെ ബാക്കി ഉറങ്ങി എണീറ്റിട്ടാണ് ചെയ്യുക. കാരണം എല്ലാം കൂടി ഒരൊറ്റ സ്ട്രെച്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്കും ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിലപ്പോൾ ഞാനങ്ങനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിപ്പം കുറച്ച് കളർ ചെയ്യാനുള്ളതൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവൾ ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നങ്ങനെ കാര്യമായിട്ട് നമുക്ക് കുക്കിംഗ് പരിപാടിയൊന്നുമില്ല. ഡിന്നറൊക്കെ ഓൾറെഡി മീൽ പ്രപ്പൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് മോളുടെ ബർത്ത്ഡേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് മോളുടെ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അവളുടെ ഫോട്ടോസ് എടുത്തിട്ട് കീപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ്. മോള് ടോയ്സൊക്കെ എല്ലായിടത്തും പരത്തിയിട്ടുണ്ടാവും. മാക്സിമം ഞാൻ അവളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. കുറച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവളെ കൊണ്ട് തന്നെ മാക്സിമം ഞാൻ ക്ലീൻ ചെയ്യിപ്പിക്കാൻ നോക്കും. കാരണം അവരെന്നെ ക്ലീൻ ചെയ്ത് പഠിക്കണമല്ലോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്കും കൂടെ വേണമായിരുന്നു. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രൗണിയുടെ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ എയർ ഫ്രയറിലാട്ടോ ആക്കുന്നത്. എയർ ഫ്രയറിൽ ഞാൻ മുന്നേ ഇങ്ങനെ വാങ്ങിച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അന്ന് അത്ര സക്സസ് ആയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് കുറച്ചും കൂടി ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ രണ്ടാമത് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്നുള്ള മിസ്റ്റേക്കൊക്കെ മനസ്സിലാക്കിയിട്ട് ആണിപ്പോൾ ഇന്ന് ചെയ്തെടുക്കുന്നത്. പിന്നെ കേക്ക് ഉണ്ടാക്കേണ്ട ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു പാക്കറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. നമുക്ക് ഇങ്ങനത്തെ മിക്സ് ഭയങ്കര ഈസിയാണ്. പൊതുവേ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ബർത്ത്ഡേയുടെ അന്നായിരിക്കും ആ ഒരു ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് തീരുമ്പോഴേക്കും തന്നെ ചിലപ്പം ബർത്ത്ഡേ കഴിയാനാവും. പിന്നെ നമുക്കങ്ങനെ എവിടെയും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു 2 ദിവസം നേരത്തെ തന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാമെന്ന്. അപ്പോൾ ഞാനൊരു ബ്രൗണിയുടെ ടവർ പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ കസ്റ്റമൈസ്ഡ് കേക്കൊന്നും വാങ്ങിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് വെറുതെ ആണെന്ന് തോന്നി. കാരണം പിന്നെ നമ്മൾ തന്നെ അത് ഫുള്ള് കഴിച്ച് തീർക്കണം. പിന്നെ നമ്മളങ്ങനെ ബർത്ത്ഡേക്ക് അങ്ങനെ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ 3 പേരും തന്നെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ. അങ്ങനെ ആരെയും വിളിക്കാറോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഞാനിങ്ങനെ എൻ്റെ ഒരു ക്രേസിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കും എന്നല്ലാണ്ട് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. അപ്പം കേക്ക് എയർ ഫ്രയറിൽ വെക്കുന്നതിന് മുന്നേ ഞാൻ എയർ ഫ്രയർ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഞാൻ അതിൽ ബ്രൗണി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു ബോ തീം ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പം സിമ്പിളുമാണ്. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഫുൾ ബോ ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ കാണുന്നത്. ഡ്രസ്സിലായാലും ഡെക്കറേഷനായാലും ഒക്കെ ബോ ആണല്ലോ. അപ്പം ഇപ്രാവശ്യം ഒരു ബോ തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു.
മെയിൻ റീസൺ ഒന്നാമത് അത് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഈ ഒരുപാട് ബലൂൺസൊക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിലും എളുപ്പമാണ് ബോ വെച്ചിട്ട് ചെയ്യാൻ. കാരണം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് വാളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെക്കറേഷൻ റെഡിയായി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടൈപ്പ് റിബൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏതാണ് വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാനൊരു തിന്നായിട്ടുള്ളൊരു ബ്ലാക്ക് റിബണും പിന്നെ കുറച്ച് ഒരു തിക്കായിട്ടുള്ളൊരു ബ്ലാക്ക് റിബണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുകൊണ്ടും ഞാൻ റിബൺ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഏതാണ് ഫോട്ടോസിലൊക്കെ കുറച്ചും കൂടി ഭംഗി വരുന്നതെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ നമ്മുടെ അടുത്തുള്ള അബുദാബിയിലുള്ള ഡേ ടു ഡേ എന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഡേ ടു ഡേ ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടും. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ടൈമിന് മാത്രമേ നമ്മൾ യൂസ് ആക്കുള്ളൂ, പിന്നെ അധികമൊന്നും വേണ്ടല്ലോ. അപ്പം ഇങ്ങനെ ചീപ്പായിട്ടുള്ളത് വാങ്ങിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ വെച്ച് നോക്കിയ സമയത്ത് എനിക്ക് ഈ ഒരു തിക്കായിട്ടുള്ള റിബൺ വെച്ചപ്പോഴാണ് കുറച്ചും കൂടി അതൊന്ന് എടുത്ത് കാണിക്കുന്നതെന്ന് തോന്നി. അതാകുമ്പം ഫോട്ടോസിൽ കുറച്ചും കൂടി കാണിക്കുകയും ചെയ്യും. പിന്നെ തിന്നാകുമ്പം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ അങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ഈ ഒരു തിക്കായിട്ടുള്ള തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഞാനവിടെ ഫിക്സ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് വെച്ചിട്ട് മാത്രമേ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം പിന്നെ നമുക്കിത് റിമൂവ് ചെയ്യാനും എളുപ്പമായിരിക്കും. കാരണം നമ്മൾ വല്ലാണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പം നമ്മുടെ വാളൊക്കെ നാശമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പീസ് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഞാനിങ്ങനെ ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ റിബൺ വെച്ച് കൊടുത്ത്. പിന്നെ ഞാൻ കുറച്ച് ബലൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരുപാട് ബലൂൺ വാങ്ങിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബർത്ത്ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് പൊട്ടിക്കലും ക്ലീൻ ആക്കലും തന്നെ ഒരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ആ ഒരു തീമിനോട് മാച്ചായിട്ട് ബ്ലാക്കും വൈറ്റും അങ്ങനത്തെ ബലൂൺസ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഹീലിയം ബലൂൺസ് വെച്ചാൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ, ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാളിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ബാക്കിയുള്ളത് ആ വാളിൽ ഫിക്സ് ചെയ്ത ബലൂണിൻ്റെ കൂടെ ഇങ്ങനെ ഫിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ അടിയിലൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു പൊങ്ങി നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു ബലൂണിൻ്റെ ഈ ഒരു സെറ്റപ്പും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഞാനങ്ങനെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓവർ ഡെക്കറേഷൻ വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ഡെക്കറേഷൻ വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ ഫോയിൽ ബലൂണും ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനിങ്ങനെ ബോ വരുന്ന തീമിലുള്ളതാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ടെമോന്ന് ഓർഡർ ആക്കിയതാണ് കേട്ടോ. ഈ ഒരു ബോ വരുന്നത് ഇത് ഞാൻ വേറെ എവിടെയും നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനിതങ്ങനെ ടെമോന്ന് ഓർഡർ ആക്കിയതാണ്. അങ്ങനെ നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ലൈറ്റ്സും കൂടി ആഡ് ചെയ്യുകയാണ്. കാരണം അവിടെ ആ ഒരു ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പം നമ്മളുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ റെഡിയായി. സിമ്പിളായിട്ട് ചെയ്തതാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡെക്കറേഷനാണ്. അപ്പം എൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ബ്രൗണിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രൗണി ഞാൻ പകുതിയായിട്ടാണ് ചെയ്തെടുത്തുള്ളത് കേട്ടോ. കാരണം എയർ ഫ്രയർ ആയതുകൊണ്ട് തന്നെ അതിൽ വെക്കാൻ പറ്റുന്ന വലിയ പാത്രം എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല ഫുള്ള് കൊള്ളുന്ന. അപ്പോൾ ഞാനിങ്ങനെ പകുതിയായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം ബ്രൗണി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ ക്രസ്റ്റ് ഫ്ലേക്കി ആയിട്ടില്ലെങ്കിലും ആ ഒരു ക്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ നല്ല ഫഡ്ജി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ എക്സ്ട്രാ ചോക്ലേറ്റ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നല്ല ഫഡ്ജി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രൗണി ഉപയോഗിച്ചിട്ട് ഒരു ടവർ പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാനിങ്ങനെ എവിടേക്കോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും പിൻട്രസ്റ്റിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ നമ്മളുടെ തീം വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, അപ്പം അതിലേക്ക് കുറച്ച് സ്ട്രോബെറീസും ഇതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു കളർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബ്രൗണിക്ക് കുറച്ചൊരു ഗ്ലേസിങ്ങും പിന്നെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് തന്നെ അന്ന് മാറിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുത്ത സമയത്ത്. ഞാൻ പൊതുവേ അങ്ങനെ വലിയ ബേക്കറൊന്നും അല്ല കേട്ടോ, എനിക്കങ്ങനെ വലിയ ബേക്കിങ്ങും അറിയില്ല. ഞാൻ കേക്ക് തന്നെ ബേക്ക് ചെയ്യാറില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നമുക്ക് ഓൾറെഡി റെഡിമെയ്ഡ് വാങ്ങിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പൊതുവേ തീരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു സംഭവമാണ് ബേക്കിങ്. പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ബോ കുറച്ച് ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു തീമിനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോളെയും ആ ഒരു തീമിനനുസരിച്ച് റെഡിയാക്കി, അവൾക്ക് ഒരു ബോ ആക്സസറി ഒക്കെ കൊടുത്ത് അവളെ റെഡിയാക്കി. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാനിവിടെ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കുക. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ഞാൻ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. പിന്നെ തിരക്കായിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് എന്തോ ഒരു ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇക്ക ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പോൾ മോളെ എനിക്ക് ഇക്കാൻ്റെ അടുത്താക്കിയിട്ട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ചായിട്ട് ആക്കുന്നത്, ഒരു ബോയിൽഡ് എഗ് സാൻഡ്വിച്ചാണ് ആക്കുന്നത്. ജസ്റ്റ് എഗ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ക്രീം ചീസും കെച്ചപ്പും പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. അങ്ങനെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞാൻ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയാൽ പിന്നെ എനിക്ക് ലഞ്ച് ആകുമ്പോഴേക്കും തിരിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. ലീവുള്ള ദിവസം പോകുമ്പം പിന്നെ ഇക്ക മോളെ നോക്കിക്കോളും. മോളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ 1 ഹവറിൽ തീരേണ്ട ഷോപ്പിംഗ് ആണെങ്കിൽ ചിലപ്പോൾ അത് 2 ഹവേഴ്സൊക്കെ എടുക്കും. കാരണം അവൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും, പിന്നെ അവളെ നോക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഷോപ്പിംഗ് എല്ലാം തീർത്തിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്
ഞാനന്ന് അവളെ കൊണ്ടുപോകുന്നില്ല. പൊതുവേ വീക്ക് ഡേയ്സിലാണ് നമ്മളുടെ മല്ലു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാറ്. കാരണം മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കൊടുക്കാനും പിന്നെ അവൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് അതാണ് കുറച്ചും കൂടി ഈസി. പിന്നെ ബാക്കി വീക്കെൻഡ്സിലൊക്കെ ഞാനിങ്ങനെ തട്ടിക്കൂട്ട് പരിപാടികളായിരിക്കും കേട്ടോ. കാരണം അന്ന് എന്തായാലും നമ്മൾ രാവിലെ എണീക്കുകയൊന്നുമില്ല, എല്ലാം ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ വേഗത്തിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ പോവാം കേട്ടോ. ഞാൻ ആരെയും വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. ഞാനിവിടെ അടുത്തുള്ള WTC മോളിലേക്കാട്ടോ പോകുന്നത്. നമുക്കവിടെ അടുത്താണ്. അപ്പോൾ വേഗം പോയിട്ട് ഷോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുത്തുള്ളതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ എന്തൊക്കെ കുറേ സമ്മർ സെയിൽ നടക്കുന്നുണ്ട്. അപ്പം വേഗം തന്നെ പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് എൻ്റെ പാൻസ് കുറച്ച് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ തന്നെയുള്ള ഒരു ടൈലറിങ് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ WTC പോയി. അപ്പം ഒരുവിധം എല്ലാ ഷോപ്പിലും സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുറേ കുട്ടികൾക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കൾക്കും പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾക്കും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നോക്കിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിലുള്ള സമയത്ത് നമുക്ക് ഒരുപാട് സമയം എടുക്കും നമ്മൾ ഷോപ്പ് ചെയ്ത് തീരാൻ. കാരണം സൈസൊക്കെ നോക്കി കുറേ ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ മോളെ കൊണ്ടുവരാതെ വന്നത് തന്നെ. ഞാൻ കുറച്ചധികം ഷോപ്സിലൊക്കെ കയറി നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പല സൈസിലുള്ളത് വേണമായിരുന്നു. ഓരോരുത്തരും ഓരോ ഏജാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കണമായിരുന്നു. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. കാരണം ഇത്രയും കുട്ടികൾക്ക് ഷോപ്പ് ചെയ്ത് തീരണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു. കാരണം വേഗം ഷോപ്പ് ചെയ്തിട്ട് എനിക്ക് പിന്നെ ലുലു പോയി കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതിന് വേണ്ടി പോകാൻ. അപ്പം ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്ത് നിന്നില്ല. വീഡിയോസൊക്കെ എടുത്ത് നിന്നാൽ പിന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുത്തിട്ട് പിന്നെ ഞാനങ്ങനെ വീഡിയോ ഓഫ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് ഷോപ്പ് ചെയ്ത്. പക്ഷേ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ കുട്ടികൾക്കെല്ലാം കുറച്ച് ചോക്ലേറ്റ്സും ചിപ്സും എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ ലുലുവിലേക്ക് പോയി. അങ്ങനെ അതും എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ വേഗം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമ്മളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വേഗം തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.